ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിന് 2025 മെയ് മന്ത് ടു ഡിസംബർ മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ്. സോ ഓവർ ദ ബേസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് ഇസ് എ ഫ്ലറിഷ് കാർഡ്. അതായത് ലോട്ടസ് flower fairy tells you to learn from experience and shed your inner light on the unclear areas of your life and those of others. So നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ മുന്നും എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ടോക്സിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ സേ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുക, ജെനുവിൻ ആയിട്ട് ഐ വോണ്ട് ടു നോ, നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലത്ത് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ദേ വിൽ സേ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ് ഫോർ യു എന്ന് നിങ്ങളുടെ അടുത്ത് പറയും. സോ നിങ്ങൾ ഒരു ഡീപ്പ് കോൺവെർസേഷനിൽ ഇൻവോൾവ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഒരാളുടെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിക്കുക. ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക. നിങ്ങളുടെ ഓൾറെഡി ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിസ്ഡം യൂസ് ചെയ്യുക. വിസ്ഡം ഈസ് യുവർ ഹെറിറ്റേജ്, സീക്ക് നോളേജ് ആൻഡ് പ്രിസർവ് ഇറ്റ്. പഠിത്തം ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ എന്തെങ്കിലും കോഴ്സ് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റുമോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരിക്കലും ഒരു നഷ്ട കച്ചവടം ആവില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ബുക്ക് വായിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം മണി അങ്ങനെ ഒരു വലിയ കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാമെന്നല്ല താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ബുക്കൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് സ്കിൽസ് ഉണ്ടാക്കാനും ആ ഒരു സ്കില്ല് കൊണ്ട് ജീവിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐ എം സേയിങ് വാട്ട് ഇഫ് ഇറ്റ് വാസ് ഈസി. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഹാർഡ്. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ്, സ്റ്റാർ, ഏഞ്ചൽസ് എല്ലാവരുടെയും പവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സംഭവത്തിന് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യു ആർ സപ്പോർട്ടഡ്. അതായത് ഇവരുടെ സപ്പോർട്ട് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഗൈഡൻസ് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോളിൻ്റെ കറണ്ട് കോളിംഗ് എന്താണെന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതാൻ ശ്രമിക്കാം. അങ്ങനെ കറണ്ട് കോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴായിരിക്കും ഈ ഒരു സിറ്റുവേഷനെ പറ്റി ഞാൻ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുക. അതായത് നിങ്ങൾ വേദനിക്കുന്നൊരു ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് നിങ്ങളുടെ സൊസൈറ്റിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട്. സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാറാത്ത ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് അവർ പറയുന്നത് നിങ്ങൾക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഒരു സോളിൻ്റെ കോളിംഗ് ആയിരിക്കാം. അങ്ങനെ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കണം എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചൊരു എമൗണ്ട് ഓഫ് മണി ഉണ്ട്. ആ ഒരു എമൗണ്ട് ഓഫ് മണിയിൽ നിങ്ങളൊരു ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ചാരിറ്റി ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് പല മുഖങ്ങൾ ഓർമ്മ വരും. അതായത് ചിലപ്പം കുഞ്ഞു കുട്ടികളായിരിക്കാം, ചിലപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പം ഫുഡൊന്നും കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും നിങ്ങൾക്ക് ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യണം എന്നില്ല. പക്ഷേ ആര് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സോളിൻ്റെ കോളിംഗ് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ ഒരു 10 കാര്യങ്ങൾ നിങ്ങളുടെ സോളിന് ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. സോൾ കോളിംഗ് നോട്ട് ജസ്റ്റ് അത് വേറെ ആൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. എൻ്റെ ബോഡിയുടെ ഹെൽത്ത് ഞാൻ ഇനി ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയായിരിക്കാം. സോ അങ്ങനെ 10 കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ആ ഒരു 10 കാര്യങ്ങൾക്ക് നിങ്ങൾ യെസ് പറയാം. ഞാൻ ചെയ്യാൻ റെഡിയാണ്, ഞാൻ ഇനി ചെയ്യും എന്ന് നിങ്ങൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് സ്റ്റാർ ആൻസിസ്റ്റേഴ്സ്, ഹിഡൻ സീക്രട്ട്, ലോസ്റ്റ് വിഡം, ടു ലുക്ക് എ ലിറ്റിൽ ഡീപ്പേഴ്സ്. ഓക്കെ, നിങ്ങളും കുറച്ച് ആൻസിസ്റ്റേഴ്സിൽ നിന്നും വിസ്റ്റം നേടിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസുമായിട്ട് കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ, അവരിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് നിങ്ങൾക്ക് ഒരു ട്രൂത്ത്, ഒരു കാര്യം
ആരെങ്കിലും പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് നിങ്ങളത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാക്റ്റ് ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഇവോൾവ് ചെയ്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം വി ഓൾ ഇവോൾവ് ആൻഡ് ഗ്രൂ. അതായത് നമ്മളൊരു മങ്കയിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഇത്രയും ചിന്തിക്കാൻ പറ്റുന്ന, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന, ചാറ്റ് GPT വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ആ ഒരു സംഭവം യൂസ് ചെയ്യണം. ട്രൂത്തിനെ മാത്രമേ ബിലീവ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടായേ പറ്റുള്ളൂ. ബിക്കോസ് അത് എക്സ്പീരിയൻസസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്നും നിങ്ങൾ ഗ്രോ ചെയ്ത് മുന്നിലോട്ടേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ഒരു ലൈറ്റ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒരു സ്ഥലത്ത് കുടുങ്ങി പോവില്ല എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ പ്രൗഡ് ആയിരിക്കും എന്നുള്ളത് പറയുന്നു. 2 ഓഫ് കപ്സ് എനർജി, നിങ്ങൾക്ക് സോൾമേറ്റുമായിട്ട് കണക്റ്റ് ആകുന്ന ഒരു എനർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ തോന്നുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് സ്നേഹം കൂടുന്നതും അവരുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു ഇയർ ആണ് എന്നുള്ളത് കാണുന്നു. റിലേഷൻഷിപ്പിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് സോൾമേറ്റ്സിനെ കണക്റ്റ് ആവാൻ, മാരേജ് നടക്കാൻ, നല്ല പാർട്ട്ണറെ കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക. സീയിങ് ക്യൂൻ ഓഫ് സോർഡ്സ് എനർജി, അതായത് നിങ്ങൾ കുറച്ച് ഒരു ഡോമിനൻറ്റ് ഫീമെയിൽ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിലും പറയാം, നിങ്ങൾ ഡോമിനൻറ്റ് ഫീമെയിൽ എനർജിയിലുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വിഫ്റ്റ് ആക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നെടുത്ത് ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ, പെട്ടെന്നെടുത്ത് ചാടിയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. പക്ഷേ അത് റോങ് ഡിസിഷൻ എന്നല്ല, അതൊരു റോങ് ഡിസിഷൻ ആവാനുള്ള ചാൻസസ് ഇല്ല, പക്ഷേ റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലൗഡഡ് ആയിരിക്കും. എപ്പോഴും കുറച്ച് മൂഡി ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ആൾക്കാർ കാണുന്നത് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജലസി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ടൈം സീയിങ് 3 ഓഫ് കപ്സ് എനർജി, ഈ ഒരു ഇയറിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു തേർഡ് പാർട്ടിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പാടില്ല. മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതൊരു വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. മൂന്നാമത്തെ വ്യക്തികൾക്ക് അഭിപ്രായം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറി പറയാം എന്നുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പ്രൊമോഷൻസിന് ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് നടക്കുന്ന ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ്സിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. 3 മന്ത്സിന് ശേഷം നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 3 മന്ത്സിന് ശേഷം സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചില സമയത്ത് ഈ എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് മോശമായിട്ടുള്ള ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക. അതായത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. നിങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്താലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ്. പാസ്റ്റ് ബാഗേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ, അത് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ബിക്കോസ് അത് നടക്കേണ്ടതൊന്നായതുകൊണ്ട് നടന്നു, അല്ലെങ്കിൽ അതെനിക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഐ എം സീയിങ് ദ എംപ്രസ് കാർഡ്, വിച്ച് മീൻസ് ദാറ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ന്യൂ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ പുതിയ സ്റ്റാർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ആഫ്റ്റർ 3 മന്ത്സ് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ എനിക്ക് കാണുന്നത് സ്റ്റാർ കാർഡാണ്. നിങ്ങളെ കുറേ ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും നിങ്ങളെ ഒരു സ്റ്റാർ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിലും അപ്രിഷ്യേറ്റഡ് ആവുക, നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് കാണുക, നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുക, നിങ്ങളെപ്പോലെ ആവണമെന്ന് വിചാരിക്കുക, അതുപോലെയുള്ളൊക്കെ എനർജീസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. സോ ഇതിനകത്ത് ഒഴിവാക്കേണ്ടത് റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി മൂന്നാമത്തെ വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ന്യൂ റിലേഷൻഷിപ്സ് വന്നു കഴിഞ്ഞാലും അതിനകത്ത് തേർഡ് പാർട്ടി കാരണം ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പം റിലീജിയൻ സെയിം അല്ല, കാസ്റ്റ് സെയിം അല്ല, ഫാമിലി സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതൊക്കെ ഒന്ന് റിഫൈൻ ചെയ്ത് എന്ത് വേണം വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. കരിയർ വൈസ് വലിയ കുഴപ്പങ്ങളില്ല. പുതിയ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ 3 മന്ത്സ് നിങ്ങൾക്ക് വരും. അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലീഡർഷിപ്പ് പൊസിഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ്, അതേപോലെ തന്നെ സെലിബ്രേഷൻസ് ഇൻ കേസ് ഓഫ് കരിയറിന് ചാൻസസ് ഉണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു ബെറ്റർ ടൈം പീരീഡ് ആയിട്ട് തോന്നുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇയർ ആണ് എന്നുള്ളത് കാണുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സീയിങ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് സെയിം നക്ഷത്രത്തിലെ ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.